അമ്പലത്തിന്റെ അകത്ത് വേറെ കാവടി കയറിയേക്കുന്ന കാരണം അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ തന്നെ ഇന്ന് കുറച്ചു നേരം കൊട്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയത്. ആ കാവടിക്കാരെ ഇറങ്ങിയാലേ നമുക്ക് നമ്മുടെ ഇതും കൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് കൊട്ടി. അമ്പലം എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല. അമ്പലത്തിന്റെ പുറത്താണെങ്കിൽ എവിടെയും ഒരു തണലുള്ളൊരു സ്ഥലം എങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയൊക്കെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറെ ശാഖേന്റെ കാവടി വന്നു. അവർക്ക് കാവടി ഉണ്ടായിരുന്നില്ല, കുഞ്ഞു കാവടിയും പിന്നെ ചിന്തുപാട്ട് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ശൂലം കുത്തിയതും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓരോരോ ഡൗട്ടായി, ശൂലം നാക്കത്താണോ കവിളത്താണോ കുത്തുന്നത്, അവർക്ക് വേദന എടുക്കില്ലേ, അങ്ങനെ ഇങ്ങനെ ഓരോന്ന്. അങ്ങനെ അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്നു. ഞങ്ങളുടെ കാവടിക്കാരെ അകത്തോട്ട് കയറിയപ്പോഴത്തേനും അവര് അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് പോയി നിന്ന് കുറച്ചു നേരം അവിടെ നിന്ന് പാടി. അങ്ങനെ ഓരോ ശാഖ അമ്പലത്തിൽ കയറി ആ ശാഖ വലം വെച്ചൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലേ അടുത്ത ശാഖയ്ക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ. അതുവരെ അവർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊട്ടും. അടുത്ത ശാഖയ്ക്ക് ഒരു തെയ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കാവടിയും കുഞ്ഞു കാവടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പൊരിവെയിലത്ത് അത്രയും ദൂരം നടന്നു വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ കുഞ്ഞു കാവടി എടുത്തതിൽ ഒരു അമ്മാമ്മ എന്തോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും തല ഇറങ്ങി വീണിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയിരുന്നു. അടുത്ത ശാഖ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ എന്ന് കരുതി അവിടെ പോയിരുന്നു. അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ എല്ലാവർക്കും കുടിക്കാനായിട്ട് സംഭാരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി കുടിച്ചപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെണ്ണര ശാഖേന്റെ കാവടി വന്നു. അതിൽ കുറച്ച് കൂടുതൽ പേര് ശൂലം കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഒരു തെയ്യവും ഉണ്ടായിരുന്നു, പിന്നെ കാവടിയും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 5-6 ശാഖ എന്തോ ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെ പേരറിയാത്ത കൊണ്ടാണ് അറിയാവുന്ന ശാഖേന്റെ പേര് മാത്രം പറഞ്ഞത്. അവരുടെ കാവടിയിൽ നോർമൽ കാവടിയിലുള്ള ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് അല്ലായിരുന്നു. അപ്പോഴാ ചേച്ചി പറഞ്ഞത് അതിനും അധികം വെയിറ്റ് ഉണ്ടാവില്ല, പിന്നെ അത് കുറെ നാള് നീണ്ടു നിൽക്കുകയും ചെയ്തോളും. ഇവരുടെ കാവടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ ശാഖേന്റെ കാവടി വന്നായിരുന്നു. പിന്നെ ഈ വെണ്ണന്റെ ശാഖയും ആ ശാഖയുടെ കാവടിക്കാരെല്ലാവരും കൂടി ആ ഗ്രൗണ്ടിൽ നിന്ന് കുറെ നേരം കിടന്ന് ആടുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ കാവടിയും കൂടി ഒരുമിച്ച് നിന്ന് ഇങ്ങനെ കറങ്ങുന്ന കാണാനായിട്ട്. പിന്നെ ഏത് ശാഖേന്റെ എന്ന് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഏതോ ഒരു ശാഖയ്ക്ക് ഈ കുടത്തിലൊക്കെ എന്തോ ഉള്ള ടൈപ്പ് ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ലേ, അതിന്റെ പേര് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിന്റെ വീഡിയോ ആണെങ്കിൽ എടുക്കാനും മറന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അമ്പലത്തിന്റെ അകത്തോട്ട് അലൗഡ് അല്ല. എല്ലാ ശാഖയും വന്നു കഴിഞ്ഞ് കുറച്ചു നേരം അവരുടെ കൊട്ടും എല്ലാം കണ്ടു നിന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ ഓഫീസിലോട്ട് പോന്നു. ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കരിഞ്ഞു പോകും. പിന്നെ ഓഫീസിൽ വന്ന് ചെണ്ടക്കാർക്കും കാവടിക്കാർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാവടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.